വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ പ്രത്യേക ഒരു ഈവനിങ് വ്ലോഗാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സ്പെഷ്യലായിട്ടൊരു ദിവസമാണ്. ഞങ്ങൾ ഇന്ന് കുറച്ച് ഫോട്ടോസിലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു, കാരണം തമ്പനിയിലൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോവുകയാണ്. വൈകുന്നേരം ഒരു സ്പെഷ്യലായിട്ടൊരു സ്ഥലത്ത് പോവുകയാണ്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. മറൈൻ ഡ്രൈവ് ഞാനൊന്നുമല്ല, അവിടെ ഒരു സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, ഒരു സംഭവം നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. തിരക്ക് നല്ല രീതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. പക്ഷേ ഇന്നല്ലാതെ പോകാനായിട്ട് ഒരു രക്ഷയില്ല. ചേട്ടന് രാവിലെ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി നിന്നു. അതായത് 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇച്ചിരി വെയിലൊക്കെ കൊണ്ടാലും ഈ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ, കാരണം നൈറ്റ് ഷിഫ്റ്റിന് മുമ്പ് തിരിച്ചു വരണം. അപ്പോൾ ഇന്ന് തന്നെ പോയേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ വരെ ഇവിടെ ഇത് ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ് ഞാനൊരു മാംഗോ ഫെസ്റ്റിൻ്റെ വീഡിയോ ഇട്ടല്ലോ, ആ സെയിം പ്ലേസിലേക്കാണ് വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല 8ൻ്റെ അല്ല 16ൻ്റെ അല്ല, അതിലും വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. പാർക്കിംഗ് ഇല്ല എന്നല്ല, അവിടെ സ്പേസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും. പക്ഷെ അങ്ങോട്ടേക്കൊന്നും കയറ്റി വിടുന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എവിടേക്കോ കൊണ്ടുപോയി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ വന്നേക്കുവാണ്. അപ്പോൾ മാംഗോ ഫെസ്റ്റ് കാണാനൊന്നും അല്ല വന്നേക്കുന്നത്. ഇവിടെ ഒരു ഫ്ലവർ ഷോ 41 കൊച്ചിൻ ഫ്ലവർ ഷോ ആണ് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുവാണ്. ചേട്ടനും എനിക്ക് മാത്രമാണ് ടിക്കറ്റ്. ഒരു ടിക്കറ്റിന് 100 രൂപ. അങ്ങനെ 2 ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേശൂട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞു ടിക്കറ്റ്. അങ്ങനെ അവനെന്തായാലും ടിക്കറ്റ് എടുക്കണ്ടല്ലോ, അത് കൊടുത്തു. അപ്പം 2025 41 കൊച്ചിൻ ഫ്ലവർ ഷോ 2025 അങ്ങനെയാണ് ആ ഫ്ലെക്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചെന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവമാണ്. ഈ പുള്ളിക്കാരൻ ആർട്ടിസ്റ്റാണ്. ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ കലാവിരുദ്ധകളാണ് നമ്മൾ തുടക്കം തന്നെ കാണാൻ വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നാണ് എനിക്ക് ഒരു ഓർമ്മ, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് പുള്ളിയുടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതുണ്ടാക്കുന്നത്. സ്റ്റോൺസിലൊക്കെ ഭയങ്കര ഒരു വളരെ ഭംഗിയായിട്ടുള്ള കലാകാരനാണ് പുള്ളിക്കാരൻ. ഭയങ്കര ഭംഗിയായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലുണ്ട് പുള്ളിയുടെ വീഡിയോസ്. അപ്പം പുള്ളിയാണ് തുടക്കം. അവിടുന്ന് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പുള്ളിയുടെ ആ ഒരു ആർട്ട് വർക്കാണ് തുടക്കം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് പൂക്കൾ ഫ്ലവർ ഷോ ആണ് കാണാൻ വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള ഫ്ലവറും ചെടികളും ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോഴത്തേക്കും തലയ്ക്ക് വട്ട് പിടിക്കും. കാരണം എല്ലാം വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നും. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കൺട്രോൾ ചെയ്ത് അയ്യോ ഒന്നും വാങ്ങാൻ തോന്നില്ല എന്നുള്ള കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിലാണ് ഞാൻ വന്നേക്കുന്നത്. പിന്നെ ഒന്നും പറയണ്ട, ഫുള്ള് കളർഫുൾ ഐറ്റംസ് ആണ് അവിടെ ഇരിക്കുന്നതൊക്കെ. കുറേയൊക്കെ നമ്മുടെ കാട്ടിലും പറമ്പിലൊക്കെ നിറയെ നിൽക്കുന്നൊരു സംഭവമാണ്. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഓണത്തിന് പൂക്കളൊക്കെ പറിക്കാൻ പോകുമ്പം കാണാറുള്ള പല വെറൈറ്റി സംഭവങ്ങളും, അതുപോലെ തന്നെ ഔഷധ ചെടികളെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ അടുത്ത സെക്ഷനിൽ കണ്ടായിരുന്നു. അതിലും പലതും ഈ നാട്ടിലും വീട്ടിലും കാട്ടിലും ഒക്കെ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ആദ്യമൊക്കെ ക്യൂ ആണ്, പിന്നെ ക്യൂ ഒക്കെ മാറി. അതിനുശേഷം അവിടെ ഫുൾ ഒരു ചെളിഞ്ഞ് കിടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. ഭയങ്കര എന്തായാലും വലിയൊരു അടിപൊളി ഐറ്റമായിരുന്നു. കാണാൻ പറ്റിയ നല്ല കണ്ണിന് കുളിർമയേകുന്ന അടിപൊളി കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആർട്ടിസ്റ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാനുള്ള സമയമില്ല, പൈസയില്ല, പോക്കറ്റ് കാലിയേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും വലിയ കാര്യത്തിൽ നിന്നില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റമാണ് കണ്ടത്. നമ്മൾ സത്യം പറഞ്ഞാൽ പച്ചമുളകിൽ തീർത്ത പീക്കോക്ക്. കേശുവിന് അത് കണ്ടപ്പോഴത്തേക്കും തന്നെ അമ്മ ഇത് പീക്കോക്കാണോ അമ്മേ, ഇതെന്താ പറക്കാത്ത, അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരുപാട് കുളിർമയേകുന്ന വീഡിയോസും കാഴ്ചകളുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ചെടികളുടെയൊക്കെ പേരുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരും ചെടികൾ തൊടരുത്, പറിക്കരുത് എന്നൊക്കെ
പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ കൺട്രോൾ ചെയ്യും, വലിയ കൺട്രോൾ ചെയ്യും. പക്ഷെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേശൂട്ടനാണെങ്കിൽ കൺട്രോളേ ഇല്ല. അവൻ ഏതെങ്കിലും ഒരു പൂ പറിച്ചേ പറ്റൂ എന്നുള്ള മൈൻഡിലായിരുന്നു. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് എനിക്ക് തന്നെ കൺട്രോൾ പോവുമായിരുന്നു. എന്തുവാ? യെല്ലോ മാരിഗോൾഡ്. അപ്പോൾ അവൻ്റെ കഴിഞ്ഞ എക്സാമിന് ഇംഗ്ലീഷിലെ EVSലൊക്കെ ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ ചില പൂക്കളുടെയൊക്കെ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പഠിപ്പിച്ചു കൊടുത്തതൊക്കെ മാരിഗോൾഡും സൺഫ്ലവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുറേയൊക്കെ വാടി നിൽക്കുകയാണ്, ഒട്ടും കളർഫുൾ അല്ലാത്ത രീതിയിൽ. കാരണം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പിന്നെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ട്, അത് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കതൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റിയില്ല. വാങ്ങുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ തീ പൊള്ളുന്ന വിലകളൊക്കെ ആയിരിക്കും. പിന്നെ കുറേ ഫ്ലവേഴ്സ് വിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാമിൽ IDസും കാര്യങ്ങളും എല്ലാം QR കോഡും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നു. പിന്നെ കുറച്ച് കാഴ്ചകൾ പകർത്തി നിങ്ങൾക്കും കൂടെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഏരിയാസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഓർക്കിഡും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും വലിയ മൈൻഡൊന്നും കൊടുക്കാത്തുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവുക എന്നുള്ള രീതിയിൽ പോവുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ പാർട്ടായിട്ടായിരിക്കും, കാരണം എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണിച്ചു വരുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് 2 പാർട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ഫ്ലവർ ഷോ. പിന്നെ ഫുള്ളായിട്ട് ഇതിന് വോയിസ് കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ അടിപൊളി തകർത്ത് നമ്മുടെ പഴയകാല സോങ്ങൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സോങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് വളരെ ഭംഗിയിൽ ആണ് ഇതൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലവർ ഷോ കേട്ടോ. അത് വെറൈറ്റി ആയിട്ടുള്ളതേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ചെടി കണ്ടപ്പോഴത്തേക്കും ഇത് ഫ്ലവർ ഉണ്ടാകുന്നതിന് മുമ്പാണോ അത് പൂക്കൾ കൊഴിഞ്ഞു നിൽക്കുകയാണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. അവിടെ നിന്നവർക്കും അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പൂവാണെന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനല്ല, 1-2 സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലേറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സെക്ഷനാണ് ആ നടുക്ക് കാണുന്ന ഒരു ഐറ്റം. എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. തിരക്ക് കുറയുമ്പോഴാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. കേശുട്ടിനത് പറിക്കാതിരിക്കാൻ പറ്റിയില്ല. അവൻ പോയി പറിക്കാൻ, പക്ഷെ ഞങ്ങൾ പറിപ്പിച്ചില്ല. പിന്നെ അവനത് പോസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാനായിട്ട് നിന്നു. സത്യം പറഞ്ഞാൽ അവന് കൺട്രോള് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ അവൻ്റെ അച്ഛൻ അവനെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോസ് എടുക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് അച്ഛനാണ് അവനെ മാനേജ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ കൊങ്ങിണി, ജമന്തി തുടങ്ങിയ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു സെക്ഷനാണ്. അതെനിക്ക് ആ ഒരു 2-3 ചെടിച്ചട്ടിയും എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചു. അത്ര ഭംഗിയാണ്, കണ്ടോ എന്നാ ഭംഗിയാണ് ആ പൂ കാണാനായിട്ട്. നിങ്ങൾക്കത് തോന്നിയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെറൈറ്റിയിൽ ഒരു റെഡ് കളറിൻ്റെ ഒരു സംഭവമുണ്ട്. കേശുട്ടിന് അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം കേശുട്ടിനല്ല, ചേട്ടന് അതാണ് ഇഷ്ടപ്പെട്ട റെഡ് കളറിൻ്റെ ഇതിൻ്റെ തന്നെ. അപ്പോൾ കേശുട്ടിന് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു ഇല മോഡലാണ് ഈ ഒരു ചെടി. അപ്പോൾ കേശുട്ടൻ പറയുന്നുണ്ട് ദിസ് ഈസ് ഇല, ലീഫ് ഇതാണോ, അപ്പോൾ അവൻ ഇലയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം കളർഫുള്ളായിട്ടുള്ള ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് ആ ഒരു റെഡ്. ഈ കളർ ഭയങ്കര ഒരു എറിച്ച് നിൽക്കുന്നൊരു കളറായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. കണ്ട ആ ഒരു ഫോട്ടോയിൽ കറക്റ്റ് കടുത്ത ഒരു കളറാണ്. ഏറ്റവും കൂടുതൽ ഭംഗിയിലാണ് ആ ഒരു സംഭവം നിന്നിരുന്നത്. ചേട്ടൻ്റെ ഫേവറേറ്റ് അതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എൻ്റെ ഫേവറേറ്റ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ കൂൺ പോലത്തെ രീതിയിലൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ ഇലകളുടെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് അവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റും അല്ലാതുള്ള വീട്ടിൽ വെക്കുന്ന ഡെക്കറേഷൻ പ്ലാന്റും എല്ലാം നിറയെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഇങ്ങനെ കാ പിടിച്ച് ചെറിയ രീതിയിലൊക്കെ നിൽക്കുന്നത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്നും കണ്ടാണ് ആ ഇലയുടെ ആ ഒരു ചെടിയിൽ തന്നെ ഈ ഒരു കളറ് നല്ല അടിപൊളി, ഈ ഒരു സെയിം കളർ തന്നെയാണ് എക്സാക്റ്റ് ഈ ക്യാമറയിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കളർ. അടിപൊളി കളറാണ് കേട്ടോ, വെറൈറ്റി കളർ. കാരണം നേരിട്ടത് പോയി കണ്ടവർക്കത് മനസ്സിലാവും. വളരെ ഭംഗിയിലാണ് അത് അവർ ഡെക്കറേഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ചെടി കണ്ടായിരുന്നു. ചിലതിൻ്റെയൊക്കെ പേര് എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു സൂം ചെയ്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുണ്ട്. കണ്ടോ, ചേട്ടൻ പറഞ്ഞു ഇത് ഇര പിടിക്കുന്ന ഒരു ഫ്ലവറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് വലിയ ഭംഗിയൊന്നുമില്ല. ഭംഗി എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂടി നിൽക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഐറ്റംസാണ് എപ്പോഴും ഭംഗി. പിന്നെ ചില ചെടികളൊക്കെ നമ്മുടെ പണ്ട് വീട്ടിലുണ്ടായത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് 1-2 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കുറേയൊക്കെ കാട്ടിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. ട്രാവലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ദൂരമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും, പിന്നെ ഊട്ടിയിൽ തണുപ്പിലും ഒക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കേശിട്ടാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മുള്ളാണ്, മുള്ളിൽ തൊടണം. പിന്നെ ഒരെണ്ണത്തിലാകുമ്പോൾ തൊട്ട് കേട്ടോ, അപ്പോൾ അവന് മനസ്സിലായി ഇത് തൊടാൻ പറ്റിയ ഐറ്റം അല്ലെന്ന്. എന്നാലും പിന്നെ കാണുമ്പോഴത്തേക്കും പിന്നെയും തൊടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷനാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ഒരു പൂക്കളുടെ സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള, ഞാനിങ്ങനെ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കളക്ഷൻ എൻ്റെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഇപ്പോൾ താമസിക്കാൻ വന്ന വീട്ടിൽ കുറേയൊക്കെ പോയി, എന്നാലും കുറച്ച് കളക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കാറുണ്ട്. ആ ഒരു ആൾക്കാരുടെയൊക്കെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാനും അല്ലാതെ ഡെക്കറേഷനും ഒക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ സെക്ഷനാണത്. ഇവിടെ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയൊക്കെ വെച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. ഓരോ ദൈവങ്ങളെയുമാണ് ആ ഒരു സ്റ്റോണിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ കാഴ്ചകളും ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ കാഴ്ചകളും അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയും ഇതിൻ്റെ പാർട്ടായിട്ടുള്ള ആ വീഡിയോയും കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ പൂക്കളുടെ വസന്തം, നമ്മുടെ ആ ഒരു ഫ്ലവർ ഷോയുടെ വീഡിയോ അടുത്തതായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.